ഹായ്. ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്നാണ് സർപ്രൈസായി പിറന്നാൾ സമ്മാനങ്ങൾ കൊടുക്കുക എന്നുള്ളത്. തികച്ചും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ആ ഒരു സമ്മാനം കൊടുക്കുമ്പോൾ അതിൻ്റെ മാധുര്യം ഒന്നുകൂടി കൂടുവാണ്. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ ഒരു മാഷുടെ വീട്ടിലേക്കാണ്. ഞങ്ങളുടെ യോഗ ടീച്ചർ, എല്ലാ പ്രാണാസ് ടീമും ഞങ്ങൾ സമയം ഇപ്പോൾ 12 മണി. എല്ലാവരും ഉറങ്ങിയോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. തികച്ചും എന്താ സർപ്രൈസ്ഡ് ആയതുകൊണ്ട് ഞങ്ങളുടെ സത്സംഗം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ മാഷുടെ ബിൽഡിങ്ങിലേക്ക് പോകുന്നത്. അങ്ങനെ ലിഫ്റ്റ് കയറി ഞങ്ങൾ മാഷുടെ വീടിൻ്റെ ഡോറിന് ഫ്രണ്ടിലെത്തി. ബെല്ലടിക്കണോ ഡോറ് മുട്ടണോ എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് ഇവിടെ. അങ്ങനെ ഡോറ് തുറന്നു. എല്ലാവരും അറ്റാക്ക് ചെയ്ത് വീട്ടിലേക്ക് അടിച്ചു കയറി നേരെ മാഷുടെ അടുത്തേക്ക്. മാഷ് ബനിയനൊക്കെ ഇട്ട് എന്നാറേ സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുക. ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. വേറെ 1-2 ഗസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. നമ്മളെ യോഗ ടീം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വരുന്നത് അവരും അറിയില്ല. പ്രത്യേകിച്ചും സർപ്രൈസായിട്ട് ഗിഫ്റ്റുകളൊക്കെ കൊടുത്ത് അങ്ങനെ ഞങ്ങൾ എന്നാറേ മാഷ് സന്തോഷവാനായി, ഹാപ്പിയായെന്ന് വിചാരിക്കാം. മാഷ് ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ട് പറഞ്ഞു. മാഷ് ബനിയൻ ഇട്ടിട്ട് നിൽക്കുമായിരുന്നല്ലോ. നേരെ ഷർട്ട് ഇട്ടിട്ട് വരാൻ പറഞ്ഞു. ഗിഫ്റ്റ് കൊടുത്ത ഷർട്ട് ഇട്ടിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ മാഷ് ഷർട്ട് ഇടാൻ പോയ സമയത്ത് ഞങ്ങൾ ഈ കേക്കൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി. നല്ല റിനീഷിൻ്റെ അടിപൊളി ഡാൻസ്. എന്തായാലും എല്ലാവരുടെ മുഖത്തും ഭയങ്കര സന്തോഷം. ഈ സന്തോഷമാണ് ഞങ്ങൾ സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. ഷംന, കുട്ടികളെല്ലാം ഹാപ്പി. വീണ്ടും റിനീഷിൻ്റെ തകർപ്പൻ ഡാൻസ്. ഐത്തോഷ് നമ്മളെ ഋഷിക കുട്ടിയുടെ അടുത്ത് ലവ് സിമ്പിൾ കാണിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ദീപോഷിത നല്ല ഗിഫ്റ്റ് കൊടുത്ത ഷർട്ട് ഇട്ട് അടിപൊളിയായി സുന്ദര കട്ടപ്പനായിട്ട് വന്നു. സൗന്ദര്യം. അങ്ങനെ മാഷ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി റെഡിയായി. അപ്പോൾ ബാക്കി കേക്ക് കട്ട് ചെയ്തിട്ട് പറയാം. സന്തോഷം നേരുന്നു, ആത്മജ്ഞാന സന്തോഷം നേരുന്നു. സുന്ദര പുസ്തകം നീയല്ലോ, ഈ ലോകത്തിൽ സുന്ദര പുസ്തകം നീ. ഈ ലോകത്തിൻ സുന്ദര പുസ്തകം നീയല്ലോ. അങ്ങനെ എല്ലാം ഭംഗിയായി സർപ്രൈസ്ഡായി പിറന്നാൾ ആഘോഷിക്കുവാൻ പറ്റി.
കേക്കുകൾ എല്ലാവർക്കും സന്തോഷത്തോടു കൂടി കൊടുത്തു. അവർ അത് കഴിച്ചു. ഷുഗറുള്ളവനും ഷുഗറില്ലാത്തവനും എല്ലാം കേക്ക് നല്ല അടിപൊളിയായി കഴിക്കുന്ന കണ്ടപ്പോൾ വളരെ സന്തോഷം. എല്ലാവരും ഹാപ്പി. ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായി. എല്ലാവരുടെ മുഖത്തും സന്തോഷങ്ങൾ മാത്രം. അപ്പോൾ വീണ്ടും നല്ലൊരു ഗിഫ്റ്റ്, ഗുരുജിയുടെ ഒപ്പമുള്ള ഫോട്ടോ മാഷ്ക്ക് ഗിഫ്റ്റായി നൽകുന്നു. മാഷും ഹാപ്പി, ഞങ്ങൾ ഹാപ്പി, എല്ലാവരും ഹാപ്പി. ജയ് ഗുരുദേവ്.